ചേച്ചി നാട്ടിൽ വരുമ്പോൾ എവിടേക്കെങ്കിലും ട്രിപ്പ് പോകണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ എനിക്ക് മാത്രമല്ല ചേച്ചിക്കും. പക്ഷെ ചേച്ചി വന്നിട്ട് കുറേ പരിപാടികളായിട്ട് ഇങ്ങനെ പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ട്രിപ്പ് പോവാ. ചിന്തകളൊക്കെ കാണിക്ക് വീഡിയോ ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. പോണ വഴിക്ക് ആദ്യം നമ്മൾ പാലക്കാടല്ല ലുലു മാളിലൊന്ന് കയറി. വേറെ ഒന്നിനല്ല, ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനെ കാണാനാട്ടോ. ചേച്ചി പഠിച്ചതൊക്കെ കോയമ്പത്തൂർ. അപ്പോൾ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരാളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയത്. പാലക്കാട് ലുലു ഭയങ്കര ചെറുതാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ തൃപ്രാറിലോ വൈമാൾ വരെ അതിലും വലുതാന്ന് എനിക്ക് തോന്നല്ല ആണ്. ഭയങ്കര ചെറുതാണ്, ഒരു 2 നിലയുള്ളൂ. പിന്നെ അവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ ബോട്ടിൻ്റെ ജ്യൂസൊക്കെ വാങ്ങി. അപ്പോഴേക്കും സമയം ഒരു ഉച്ചയുണ്ട് കേട്ടോ. വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നെയ്റോസ്റ്റാണ് വാങ്ങിയത്. ഞാനും ചേച്ചിയും ചേട്ടനും നെയ്റോസ്റ്റാണ് വാങ്ങിയത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ മീൽസാണ് വാങ്ങിയത്. വിശന്നിട്ടാണോ എന്ന് അറിയില്ല, നെയ്റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചട്നിയൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഓക്കെ, സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ കോയമ്പത്തൂരുള്ള ആദിയോഗി കാണാനാട്ടോ പോയത്. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ. ലൈക്ക് ഈ ആദിയോഗി ഇരിക്കുന്നത് 4 ചുറ്റിനും ഒരു മലയാണ്. അതിൻ്റെ സീനറിയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. മലയും പിന്നെ ഒരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൽ നല്ല രസമുണ്ടായിരുന്നു അവിടെ. നമ്മളിവിടേക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇവിടുത്തെ ലേസർ ഷോ കാണാനാട്ടോ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ആൻറ്റി പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു, ഭയങ്കര മഴ കാരണം. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഈശ്വരാനി മഴ പെയ്യോ, കാരണം നമ്മൾ മെയിനായിട്ട് ഈ ലേസർ ഷോ കാണാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു മഴക്കാലമായ കാരണം അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. മഴയായിട്ട് വരെ ആൾക്കാരുണ്ട്. അത് അതില് കണ്ണാടില്ലേ, എന്തൊരു മണ്ണ. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു പൊടിക്കാറ്റ് വീശി കണ്ണിലൊക്കെ മണ്ണായി. പിന്നെ ഫുള്ളൊരു മൂടി കെട്ടി നിൽക്കായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ള പോലെ ആയിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ കാർമേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ ആ ശിവൻ്റെ ആ സ്റ്റാച്ചു കാണാനൊക്കെ നല്ല രസമുണ്ടായി. പിന്നെ ഇവിടെ സൈഡിൽ കാളകളുണ്ട്. അപ്പോൾ ഈ കാളകൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അവിടെ തൊട്ടപ്പുറത്ത് തന്നെ പൈസ കൊടുത്തിട്ട് നമുക്ക് കാളകളെ ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെന്നപ്പോൾ തന്നെ ആദ്യം അന്വേഷിച്ചത് വാഷ്റൂം എവിടെയാണെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വാഷ്റൂം പോയി. വാഷ്റൂം ഇങ്ങനെ കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, അത്ര വൃത്തിയൊന്നും ഉണ്ടായില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, വലിയ പ്രശ്നം. പിന്നെ ഈ ശിവന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് തീർത്ത് കുഴിച്ച് പൂജ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. അവിടെ എങ്ങനെയാ വെച്ചാൽ തീർത്ത് നമുക്ക് 20 രൂപ കൊടുത്ത് തീർത്ത് വാങ്ങാൻ പറ്റും. അതുപോലെ പൂവിനും 20 രൂപ തന്നെയാണ്, ഫ്ലവറിനും 20 രൂപ. അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് അതവിടെ തീർത്തൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് അവിടെ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യാം. പൂവ് അതിലിട്ടിട്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അല്ല, ഇതൊന്നും വാങ്ങണ്ടെങ്കിലും പ്രശ്നമില്ല, ഫ്രീ ആയിട്ട് ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഈ ആദിയോഗിയുടെ 4 ചുറ്റിനും മലയാണെന്ന് പറഞ്ഞല്ലോ, മലയുടെ നടുക്കായിട്ടാണ്. ആക്ച്വലി വീഡിയോയിലൊന്നും കാണുന്നില്ല, ശരിക്കും മലയുടെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പിന്നെ ഇത് നമ്മളുടെ കാളവണ്ടിയിലാണ് നമുക്ക് സർപ്പവസം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടേക്ക് നമുക്ക് കാളവണ്ടിയിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് നടന്നും പോവാം കേട്ടോ. പിന്നെ ഈ ശിവന്റെ ചുറ്റിനുള്ള ഫെൻസൊക്കെ ഉണ്ട്, ഇങ്ങനെ ശൂലം പോലെ, ശിവന്റെ ശൂലം പോലെയാണ് പണിത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ കണ്ടപ്പോൾ വെച്ചിട്ട് എന്തൊക്കെ കയറ് കെട്ടി വെച്ചിരിക്കുന്നത്, പക്ഷെ രുദ്രാക്ഷമാലയായിരുന്നു കേട്ടോ. കുറേ രുദ്രാക്ഷമാലകളാണ് കെട്ടിയത്. അങ്ങനെ നമ്മളിപ്പോൾ സർപ്പവസന്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അകത്തേക്ക് നമുക്ക് ബാഗും ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ നമ്മളവിടെ ഏൽപ്പിക്കണം കേട്ടോ. ഒക്കെ ഫ്രീ ആണ്, പക്ഷെ ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് എനിക്ക് അകത്തുള്ളതൊന്നും വീഡിയോസിൽ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഈശയോഗ്യയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഫോണൊക്കെ കൊണ്ടുപോകാൻ പറ്റും അകത്തേക്ക്. പക്ഷെ നമുക്ക് അവിടെ നിൽക്കാൻ നമ്മൾ നോക്കിയായിരുന്നു അവിടെ സ്റ്റേ, പക്ഷെ നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പുറത്ത് റൂം എടുക്കാൻ ചെയ്തത്. ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി, ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ആക്ച്വലി ഫോണൊന്നും യൂസ് ചെയ്യാൻ തോന്നില്ല അവിടെ, ഭയങ്കര പീസ്ഫുള്ളാണ്. ഈ സർപ്പവസന്തിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുറേ അടയ്ക്കാമരങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കാണുന്നതാണ് സൂര്യകുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു കുളമാണ്, ഭയങ്കര തണുത്ത വെള്ളമാണ് അവിടെ. സൂര്യകുണ്ട് ആണുങ്ങളുടെയാണ്. അപ്പോൾ അവർ തരുന്നൊരു മുണ്ട് കൊടുത്തിട്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പറ്റുക. അവിടെ ഒരു ശിവൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടാവും ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ. നമുക്ക് പോയിട്ട് അവിടെ പോവാം, കുളിച്ചിട്ടൊക്കെ വരാം. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കുണ്ട്, അതാണ് ചന്ദ്രകുണ്ട്.
അതും ഇതുപോലെ തന്നെ അതൊരു ക്ലോസ്ഡ് ഏരിയയിലാണ്. നമുക്ക് അവരൊരു ഡ്രസ്സ് തരും. അവരുടെ ആ ഡ്രസ്സ് മാത്രം ഇട്ടിട്ടാണ് നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അസുഖമുള്ളവരോടൊന്നും ഇറങ്ങരുതെന്ന് പറയും. കാരണം ഭയങ്കര തണുത്ത വെള്ളമാണ്. അപ്പോൾ ആസ്മ ഉള്ളവർ, അതുപോലെ BP ഒക്കെ ഉള്ളവർ, പ്രഷർ ഉള്ളവർ, അവരൊന്നും ഇറങ്ങാൻ പാടില്ല. അപ്പോൾ എനിക്ക് ആസ്മ ഉള്ള കാരണം നമ്മളൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് കൈയും കാലും കഴുകിയിട്ട് വരാട്ടോ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ശിവൻ്റെ വിഗ്രഹമുണ്ട്. അതിൻ്റെ ചുറ്റിനും ഇരുന്നിട്ട് ഒരു 15 മിനിറ്റ്സ് ഒരു മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അയ്യോ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല ഫീലുള്ളതാണ് മെഡിറ്റേഷൻ. പിന്നെ അവിടെ തന്നെ കുറേ പേരിരുന്ന് യോഗ ചെയ്യുന്നതൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു ദേവിയുടെ ഒരു അമ്പലം പോലെയുണ്ട്. ഇവിടെ ഫീമെയിൽസ് ആണ് കേട്ടോ ഇവരുടെ പൂജ ചെയ്യുന്നതെല്ലാം ഫീമെയിൽസ് ആണ്. അങ്ങനെ നമ്മൾ അവിടെ പോയി നമുക്ക് അവിടുത്തെ പ്രസാദമായിട്ട് നമുക്ക് തന്നത് എന്ന് വെച്ചാൽ ആര്യവേപ്പില്ലേ, ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമുക്ക് അവിടെ പ്രസാദമായിട്ട് തന്നത്. അങ്ങനെ പുറത്തിറങ്ങി 7 മണിക്കായിരുന്നു നമ്മുടെ ലേസർ ഷോ. അപ്പോൾ സമയമായപ്പോൾ നമ്മൾ വേഗം ലേസർ ഷോ കാണാൻ വേണ്ടി ഇരുന്നു. നമ്മൾ പോയത് തന്നെ ലേസർ ഷോ കാണാനാണല്ലോ. ഭാഗ്യത്തിന് മഴ പെയ്തില്ല കേട്ടോ. കറക്റ്റ് ലേസർ ഷോ കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. ലേസർ ഷോ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റിട്ടോ. Over 15,000 years ago. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ യോഗയിലെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി.